السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. 2026 ഹജ്ജിന് വേണ്ടി ഗവൺമെൻറ് ഹജ്ജ് കമ്മിറ്റി മുഖേന അപേക്ഷിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരും വെയിറ്റിംഗ് ലിസ്റ്റായി വന്ന് കാത്തിരിപ്പിൽ പട്ടികയിൽപ്പെട്ടവരുമായ ഒരുപാട് ഹാജിമാരുടെ യാത്രാർത്ഥികളുടെ വിവിധ സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. പലർക്കും പല സംശയങ്ങളാണ് നമ്മുടെ മുൻ വീഡിയോൻ്റെ താഴത്ത് കമൻസുകളായി വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായി ചോദിക്കുന്നത് വെയിറ്റിംഗ് ലിസ്റ്റിനെ കുറിച്ചാണ്. നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്രാവശ്യം ഹജ്ജ് കമ്മിറ്റി നറുക്കെടുത്തിരിക്കുന്നത് ഏകദേശം 100,000 വരുന്ന സീറ്റുകളിലേക്കാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 25,000 സീറ്റുകൾ തൽക്കാലം മാറ്റിവെച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ഹജ്ജ് എഗ്രിമെൻ്റ് ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതിനാൽ എത്ര കിട്ടും എന്നത് ഉറപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം പ്രൈവറ്റിനും ഹജ്ജിന് കമ്മിറ്റിയും കൂടി 1.75 കിട്ടിയതെങ്കിൽ ഇപ്രാവശ്യം എത്രയാണ് കിട്ടുന്നത്? മിക്കവാറും അത്ര കിട്ടുമായിരിക്കും. പക്ഷേ സൗദി കോട്ട വെട്ടിക്കുറക്കോ അറഫയിലും മിനയിലുമുള്ള അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം പ്രൈവറ്റ് ഹജ്ജിൻ്റെ 80% വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം അതുപോലെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്ന ഉൾഭയം പലർക്കുമുണ്ട്. അതിനാൽ തന്നെ ഹജ്ജ് കമ്മിറ്റി അവരുടെ സാധാരണ കൊണ്ടുപോകുന്ന കോട്ടയായ 1,25,000 കോട്ടയിലേക്ക് ഹാജിമാരെ സെലക്ട് ചെയ്യാതെ 1,00,000 സീറ്റിലേക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മിക്കവാറും ഇൻഷാ അല്ലാഹ് ഒരു 25,000 സീറ്റ് കൂടി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് അനുവദിച്ച് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഹജ്ജ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ആ 25%, 25,000 ഹാജിമാർ, ഏകദേശം 25% അത് കിട്ടുമ്പോൾ ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് 2,500 ഹാജിമാർ ആ രീതിയിൽ തന്നെ കയറിപ്പോകാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിൽ 2,500 ഉള്ളിൽ പേരുകളുള്ള എല്ലാവർക്കും മിക്കവാറും 90% കിട്ടാനാണ് സാധ്യത ഇൻഷാ അല്ലാഹ്. പിന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ മരിച്ചവർ, ക്യാൻസൽ ചെയ്തവർ, പണമടക്കാത്തവർ, അങ്ങനെ പലരുമുണ്ടാകും. അതെല്ലാം സാധാരണയിലും ലഭിക്കാറ് കേരളത്തിലേക്കാണ്. കാരണം മറ്റ് സ്റ്റേറ്റുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാകാറില്ല. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. എല്ലാ സ്റ്റേറ്റും മിക്കവാറും 10-11 സ്റ്റേറ്റുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റുണ്ട്. നമ്മേക്കാൾ കൂടുതൽ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേറ്റുകളുടെ വെയിറ്റിംഗ് ലിസ്റ്റ് ക്യാൻസലേഷൻ കൂടുതലായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. എന്നാലും 500 ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നാൽ ഈ 2,500 മാറ്റിവെച്ച കോട്ടൻ്റെ വിഹിതവും 500 ക്യാൻസലേഷൻ്റെ വിഹിതവും കൂടുമ്പോൾ 3,000 വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് 3,000 വരുന്ന ആളുകൾ കയറിപ്പോകാനാണ് സാധ്യത. അതിൽ തന്നെ റിസർവ് കാറ്റഗറിയിൽപ്പെട്ട 65+ൽപ്പെട്ടവരും 45+ൽപ്പെട്ടവരും ഒക്കെ കുറച്ച് പേര് വെയിറ്റിംഗ് ലിസ്റ്റിൽ പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. അവരെ ആദ്യം പരിഗണിക്കുകയും ബാക്കിയുള്ളവരെ ജനറൽ കാറ്റഗറിയിൽ നിന്ന് വെയിറ്റിംഗ് ലിസ്റ്റായവരെ പിന്നീട് പരിഗണിക്കുന്നതുമായിരിക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ ഏകദേശം ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് നമ്പർ 3,000-നുള്ളിലുള്ളവർ ഹജ്ജ് കമ്മിറ്റിയിൽ പോകാമെന്ന പ്രതീക്ഷ വെച്ചാൽ മതി. അതിനപ്പുറമുള്ളവർക്ക് പ്രതീക്ഷ കുറവാണ്. അതാണ് വെയിറ്റിംഗ് ലിസ്റ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇൻഷാ അല്ലാഹ്. പിന്നീട് 20 ദിവസത്തെ ഹജ്ജ് പാക്കേജിനെ കുറിച്ച് പലരും കമൻസിൽ ചോദിക്കുന്നുണ്ട്. അത് നേരത്തെ ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം 40 ദിവസത്തെ പാക്കേജും ഉണ്ടാവും, 20 ദിവസത്തെ ഒരു ഷോർട്ട് പാക്കേജും ഉണ്ടാവും. ഷോർട്ട് പാക്കേജ് ആയതുകൊണ്ട് ഹജ്ജിൻ്റെ റേറ്റ് അടക്കുന്ന സംഖ്യ ഒരിക്കലും കുറഞ്ഞു പോവുകയില്ല, കൂടാനാണ് സാധ്യത എന്ന് നേരത്തെ ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അപേക്ഷിക്കുമ്പോൾ 20 ദിവസത്തെ ഷോർട്ട് പാക്കേജ് തിരഞ്ഞെടുത്തവർക്ക് ആ 20 ദിവസത്തെ ഷോർട്ട് പാക്കേജ് ആയിരിക്കും അനുവദിച്ച് തരിക. പക്ഷേ അതിനും ഒരു ലിമിറ്റ് ഉണ്ടാകും. ഹജ്ജ് കമ്മിറ്റിക്ക് 20 ദിവസത്തെ ഷോർട്ട് പാക്കേജിൽ ഇത്ര പേരെയെ കൊണ്ടുപോകാൻ പറ്റൂ എന്നൊരു കണക്ക് ഇതുവരെ നിർണ്ണയിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ വരാനാണ് സാധ്യത. എല്ലാവരും ഷോർട്ട് പാക്കേജിൽ അല്ലെങ്കിൽ കുറേ കൂടുതൽ ആളുകളെ ഷോർട്ട് പാക്കേജിൽ കൊണ്ടുപോകാൻ കഴിയില്ല. പരിമിതമായിരിക്കുന്ന ആളുകളെ ആയിരിക്കും ഷോർട്ട് പാക്കേജിൽ കൊണ്ടുപോവുക. അപ്പോൾ ആ പരിധിക്കുള്ളിലാണ് ഷോർട്ട് പാക്കേജിലേക്ക് അപേക്ഷിച്ചവരെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർക്കത് എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. അല്ലാത്ത പക്ഷം
പരിധിക്ക് കൂടുതലായിട്ട് ഷോർട്ട് പാക്കേജിൽ ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെ ഷോർട്ട് പാക്കേജിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുകയും 20 ദിവസത്തേക്ക് അപേക്ഷിച്ചവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ആ സീറ്റുകളിലേക്ക് ആളെ തിരഞ്ഞെടുക്കുകയും ബാക്കിയുള്ളവരെ നോർമൽ പാക്കേജിലേക്ക് 40 ദിവസത്തെ പാക്കേജിലേക്കാണ് മാറ്റുകയും ചെയ്യും. അതിനനുസരിച്ചുള്ള അറിയിപ്പ് ഹജ്ജ് കമ്മിറ്റി അതിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം അറിയിച്ചു തരുന്നതായിരിക്കും. അതിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. അതൊക്കെ നമ്മളെ ഹജ്ജ് അഗ്രിമെൻ്റൊക്കെ കഴിഞ്ഞ് സീറ്റൊക്കെ എത്രയാണ് ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഷോർട്ട് പാക്കേജിൻ്റെ കാര്യങ്ങൾ ഹജ്ജ് കമ്മിറ്റി പുറത്തുവിടുകയുള്ളൂ. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമാണ് പലരും ചോദിക്കുന്നത്. ഈ വർഷം ഹാജിമാർക്ക് ഭക്ഷണം വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനം ഹജ്ജ് കമ്മിറ്റി ആലോചിച്ചിട്ടുണ്ട്. അതിന് മക്കയിലും മദീനയിലുമുള്ള കാറ്ററിംഗ് കമ്പനികളുമായി ഹജ്ജ് കമ്മിറ്റിയുടെ ബന്ധപ്പെട്ട ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദ വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഹജ്ജ് കമ്മിറ്റി മുഖേന പോകുന്നവർ ഹജ്ജ് അപേക്ഷിക്കുമ്പോൾ ഭക്ഷണം വേണമെന്ന് ആ ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതനുസരിച്ചുള്ള അറിയിപ്പ് കിട്ടുന്നതും അതിൻ്റേതായ സംഖ്യ അവരടക്കേണ്ടതുമായിരിക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാതെ അവരവർ സ്വന്തം തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയോ പുറത്തുനിന്ന് കഴിക്കുകയോ ചെയ്യുന്ന രീതിയാണെങ്കിൽ ആ രീതി പ്രാവശ്യവും തുടരുന്നതാണ്. അതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ ബാങ്കിൽ പോയി പണമടക്കുന്ന കാര്യം ഇൻഷാ അല്ലാഹു തആല നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ആ ഹജ്ജ് വെബ്സൈറ്റിൽ നിന്ന് ഹജ്ജ് കമ്മിറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഒരു പേയിൻ സ്ലിപ്പ് എന്ന് പറയുന്നൊരു ഫോറമുണ്ട്. ആ ഫോറം ഡൗൺലോഡ് ചെയ്തെടുക്കണം. എവിടുന്നും ചെയ്തെടുക്കുക. നിങ്ങൾ അപേക്ഷിച്ച സ്ഥലത്ത് പോയി നിങ്ങൾ അവർ യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ അടിച്ചിട്ട് അവർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് തരും, പ്രിൻ്റ് എടുത്ത് തരും. അതിൽ 3 ഭാഗങ്ങളുണ്ടാകും. ഒന്ന് ബാങ്കിൽ കൊടുക്കേണ്ടത്, മറ്റൊന്ന് ഹജ്ജ് കമ്മിറ്റിക്ക് നിങ്ങളെ പാസ്പോർട്ടും മറ്റേ മെഡിക്കൽ സ്ക്രീനിങ്ങിൻ്റെ റിപ്പോർട്ടും അതിൻ്റെ കൂടെ തന്നെ ഫോട്ടോസും അതിൻ്റെ കൂടെ തന്നെ ഈ പെയിൻ സ്ലിപ്പും കൊടുക്കണം. മറ്റൊന്ന് നിങ്ങൾക്ക് സൂക്ഷിക്കാനുള്ളതാണ്. 3 പെയിൻ സ്ലിപ്പിന് 3 ഭാഗങ്ങളുണ്ടാവും. അതിൽ സാധാരണയിൽ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മളിത് കവർ നമ്പർ അടിച്ച് പ്രിൻ്റ് എടുക്കുമ്പോൾ തന്നെ നിങ്ങളെ പേരും മറ്റേ കയ്യിലുണ്ടാവും. ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ അങ്ങനെയാണ് കിട്ടൽ. ഇപ്രാവശ്യം അതുപോലെ ഉണ്ട്. ഓട്ടോമാറ്റിക് നിങ്ങളെ പേരുകളൊക്കെ അതിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. എമൗണ്ടും ഉണ്ടാവും, പേരും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഓക്കെ, കവർ ഹെഡ് മാത്രം പോയാൽ മതി. എല്ലാവരും കൊണ്ടുപോകുന്നില്ല. ഒരു കവർ ഹെഡിൽ പോകുന്ന മെയിൻ കവർ ഹെഡ് ആരാണോ അവരെ ചെക്കോ അല്ലെങ്കിൽ ക്യാഷോ കൊണ്ടുപോയിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏതെങ്കിലും ബ്രാഞ്ചിൽ അല്ലെങ്കിൽ യൂണിയൻ ബാങ്കിൽ സൗകര്യമുണ്ട്. 2 ബാങ്കുണ്ട്. ആ ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് വേണമെന്നില്ല. ഡയറക്റ്റ് ഹജ്ജ് കമ്മിറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുകയാണ്. ചെക്ക് മുഖാന്തരോ ക്യാഷ് മുഖാന്തരോ ഇടുകയാണ്. ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ട് ഏത് ബാങ്കിലായാലും തിരക്കേടില്ല. ആ ബാങ്കിൻ്റെ ചെക്ക് ബുക്ക് ഉണ്ടായാൽ മതി. പിന്നെ അല്ലെങ്കിൽ ആ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് ഇവിടെ SBIൻ്റെ യൂണിയൻ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ കൊണ്ടുപോയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഒരു പെയിൻ സ്ലിപ്പിനെ 3 കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കഷ്ണം ബാങ്ക് എടുക്കും, ഒരു കഷ്ണം ഹജ്ജ് കമ്മിറ്റിക്ക് നമ്മൾ അയച്ചു കൊടുക്കണം. നമ്മളെ പാസ്പോർട്ടിൻ്റെ കൂടെ, ഫോമിൻ്റെ കൂടെ, മറ്റ് മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ കൂടെ. പിന്നെ ഒന്ന് നമ്മൾ സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. ആ രീതിയിലാണ് ഇൻഷാ അല്ലാഹു തആല പണം അടക്കേണ്ട രീതി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹു തആല 20-ാം തീയതിയാണ് ഇപ്പോൾ പണം അടക്കാനുള്ള അവസാന ഡേറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ അത് മിക്കവാറും നീട്ടാനാണ് സാധ്യത. കാരണം 20-ാം തീയതിക്കുള്ളിൽ എല്ലാവർക്കും പണമടക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും അത് നീട്ടിക്കിട്ടാനാണ് സാധ്യത ഇൻഷാ അല്ലാഹ്. എന്നാലും 20-ാം തീയതിക്കുള്ളിൽ തന്നെ പണമടച്ച് നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ട സീറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുക. വെയിറ്റിംഗ് ലിസ്റ്റുള്ളവരെന്തായാലും അവരെ വെയിറ്റിംഗ് ലിസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ശേഷമേ അവർക്ക് പണമടക്കാനുള്ള അറിയിപ്പ് വരികയുള്ളൂ. ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ മക്ക മദീന ഹറമൈൻ ഷരീഫൈനെ സന്ദർശിക്കാനും ഹജ്ജ് ഉംറ സിയാറത്തുകളൊക്കെ ധാരാളം ചെയ്യാനും അല്ലാഹു തൗഫീഖും ആഫിയത്തും നൽകുമാറാകട്ടെ. സാമ്പത്തികമായ മറ്റുള്ള എല്ലാ ചുറ്റുപാടുകളും അല്ലാഹു തആല സൗകര്യപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.